ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷാണ്, സുനേഷ് നിലമ്പൂരാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേബിളാണ്, റൗണ്ട് ടേബിളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന ഒരു മോഡലാണിത്. സ്ഥലപരിമിതി ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് നമ്മളെ മഞ്ജുനാഥൻ സാറാണ്. അതായത് ചേർത്തലുള്ള മഞ്ജുനാഥൻ സാറിനാണ് ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ചെയറും ടേബിളും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തന്ന മഞ്ജുനാഥൻ സാറിന്, അതായത് ചേർത്തലുള്ള മഞ്ജുനാഥൻ സാറിന് പ്രത്യേക താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ടേബിളും ചെയറും. സ്പേസ് വളരെ കുറവ് മതി. ഇത് 5 അടി വീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മളെ ടേബിൾ കേട്ടോ. ടേബിളിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ആ ഒരു കോണായിട്ടുള്ള ഒരു പോർഷൻ കണ്ടില്ലേ, ആ ഒരു ഭാഗത്താണ് നമ്മുടെ ചെയർ അവിടെ തട്ടിയിട്ടാണ് നിൽക്കുക കേട്ടോ. അതായത് ഈ ടേബിളിൻ്റെ റൗണ്ടിൻ്റെ ഒപ്പാണ് നമ്മളെ ചെയർ നിൽക്കുക. ഇത് നമ്മൾ 4 അടി വണ്ണുള്ള ഫോറസ്റ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. കൂപ്പിൽ കിട്ടുന്ന തേക്കല്ല, നാട്ടിൽ കിട്ടുന്ന ഫോറസ്റ്റ് തേക്ക് 4 അടി വണ്ണുള്ളതിലാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാം, അതായത് ടേബിളും ചെയറും എല്ലാം ഒരേ കളറാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പ് കണ്ടില്ലേ, ചെയർ ഇങ്ങനെയാണ് വരുന്നത്. ചെയറിൻ്റെ നടുഭാഗം കണ്ടില്ലേ, ആ നടുഭാഗത്താണ് നമ്മുടെ ടേബിളിൻ്റെ കാലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇത് കൂട്ടി വെച്ചിട്ടുള്ള ആ സൈഡ് ഭാഗത്തും കാലുണ്ടാവും. അപ്പോൾ ഇതേപോലെ റൗണ്ടിലാണ് കൂട്ടിയിടുന്ന സമയത്ത് ഈ ടേബിളും ചെയറും നിൽക്കുക. പിന്നെ ഒരേ കളറും മരം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരേ വണ്ണമുള്ള മരത്തിലാണ് ഇത് കിട്ടുള്ളൂ എന്നുള്ളത്. ചെറിയ വണ്ണം കുറഞ്ഞ മരത്തിൽ ഒരിക്കലും ഇത് കിട്ടൂല. ഫുൾ കാതലിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സാറിന് 4 അടി വണ്ണമുള്ള തേക്ക് വേണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു തേക്കിൽ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി വൃത്തിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിലേക്കാണ്, അത് ഈ കാല് കണ്ടില്ലേ, ഈ കാലിൻ്റെ അപ്പുറവും ഇപ്പുറവും ഭാഗത്തേക്കാണ് ഈ ചെയർ ഇങ്ങനെ തള്ളി നിൽക്കുക. ഇതിന്റെ മുകളിൽ ഗ്ലാസ് വേണമെങ്കിൽ വെക്കട്ടെ, ഭാവിയിൽ വേണമെങ്കിൽ വെക്കാം. ഇതിന്റെ പോളിഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PU പോളിഷാണ് കേട്ടോ. അതായത് PU പോളിഷിന് ഭയങ്കര ചിലവാണ് കേട്ടോ. ചിലവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ എസ്റ്റിന്റെ സീലർ 300 രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 320 രൂപയ്ക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് 900 രൂപയായിട്ട് ഇതിന്റെ വില. അപ്പോൾ 1 ലിറ്റർ സീലറിന് തന്നെ 600 രൂപേന്റെ മാറ്റമാണ് ഇതിന് വരുന്നത് കേട്ടോ. അതായത് 1 ലിറ്റർ സീലറിന് 600 രൂപേന്റെ മാറ്റം. പിന്നെ അതേപോലെ ടിന്നർ നമുക്ക് 150 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇത് 300 രൂപ ആണ് ഇതിന്റെ ടിന്നറിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മാറ്റിന്, അതായത് നമുക്ക് മെലാമിൻ മാറ്റിന് 350 രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇതിന്റെ മാറ്റിന് 1020 രൂപ. മൊത്തത്തിൽ ഇതിന് ഭയങ്കര ചിലവ് തന്നെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് തുടങ്ങണം. നമുക്ക് ഫസ്റ്റ് കോട്ട് മുതലേ നമ്മൾ സീലർ സ്പ്രേ ചെയ്ത് തുടങ്ങണം. അതിനുശേഷം നമുക്ക് സ്പ്രേയുടെ 3 പ്രാവശ്യം 4 പ്രാവശ്യത്തോളം നമ്മൾ സ്പ്രേ അടിക്കണം. അപ്പോൾ നമുക്ക് സാധാ പോളിഷിനെക്കാട്ടിലും കൂടുതൽ ചിലവും എല്ലാം ഈ ഒരു PU പോളിഷ് അടിക്കുന്നതിനുണ്ട്. അപ്പോൾ അങ്ങനെ PU പോളിഷ് അടിക്കണമെന്ന് നിർബന്ധം പറയുന്നവർക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ PU അടിക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മെലാമിൻ്റെ പോളിഷാണ് ചെയ്യാറുള്ളത്. മെലാമിൻ്റെ മാറ്റും ഗ്ലോസും കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കോട്ട് അടിക്കാറുള്ളത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല നല്ല ഓർഡറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കുക. ഇതിലെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.